ബി.ജെ.പിയുടെ മുൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും തുടർന്ന് ദീർഘകാലം സി.പി.എം സഹയാത്രികനും കൂടിയായിരുന്ന എ.ജി. ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും അനുഭവത്തിൽ നിന്നും രാജിവെച്ചതായി മാധ്യമങ്ങളോട് അറിയിച്ചത്. നമ്മളോടിപ്പം ചേരുന്നത് എ.ജി. ഉണ്ണികൃഷ്ണനാണ്. എന്താണ് എ.ജി. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പെട്ടെന്നുണ്ടായ കാരണം? 2016 കഴിഞ്ഞ 30 വർഷത്തെ ബി.ജെ.പിയുടെ ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് സി.പി.എമ്മിന്റെ ഭാഗമായത്. സി.പി.എമ്മിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്ത വലിയ സമ്മേളനത്തിൽ വെച്ച് ഏതാണ്ട് 860ഓളം പ്രവർത്തകരോടൊപ്പമാണ് ഞാൻ സി.പി.എമ്മിന്റെ ഭാഗമായത്. കഴിഞ്ഞ 10 വർഷമായിട്ട് സി.പി.എമ്മിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. പക്ഷെ എന്നോടൊപ്പം അന്ന് സി.പി.എമ്മിന്റെ ഭാഗമായി വന്നവരിൽ ഒട്ടുമിക്ക ആളുകൾ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ വന്ന പ്രവർത്തകന്മാരെ വിശ്വാസത്തിലെടുത്ത് ചേർത്ത് നിർത്തി അവരെ കൂടി ഈ സംഘടനയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് സി.പി.എമ്മിനെ സംബന്ധിച്ചുള്ളൂ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞായിരിക്കും ശരി. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പ്രസ്ഥാനത്തിനകത്ത് 10 വർഷം നിന്ന് പ്രവർത്തിച്ച് എന്നെ സംബന്ധിച്ചുള്ളൂ വേണ്ടത്ര കഴിവുകൾ, നമുക്കൊരു പരിഗണന എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അധികാര സ്ഥാനങ്ങൾ എന്നുള്ള നിലയ്ക്കൊന്നും അല്ല. അങ്ങനെ അധികാര സ്ഥാനം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുമല്ല. നമ്മൾ ഒരു പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ ഒരു മുൻ ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയി നിന്ന് പ്രവർത്തിച്ച ആളെന്നുള്ള നിലയിൽ നമ്മുടെ എന്തെങ്കിലും ചെറിയ കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെ വിനിയോഗിക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാനും സി.പി.എമ്മിനോടൊപ്പം ചേർത്ത് നിർത്തുവാനും സി.പി.എമ്മിന്റെ ചില ആളുകളെ സംബന്ധിച്ചുള്ള താല്പര്യം കാട്ടിയില്ല. എടുത്തു പറയത്തക്ക ഓമല്ലൂർ ശങ്കരനാണ് സി.പി.എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മെമ്പറായിട്ടുള്ള ശ്രീ ഓമല്ലൂർ ശങ്കരൻ. സി.പി.എമ്മിൽ ഞാൻ വന്ന കാലം മുതൽ എനിക്കെതിരെ വിവിധ തരത്തിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. എനിക്കെതിരെ മാത്രമല്ല, സി.പി.എമ്മിലോട്ട് കടന്നു വരുന്ന ആർക്കെതിരെ അദ്ദേഹത്തിന്റെ ശ്രമം ഇതാണ്. 2016 ശ്രീമതി വീണ ജോർജ് ആദ്യമായിട്ട് ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി രംഗത്തെത്തുന്നത്. അന്ന് വീണ ജോർജിനെതിരെ സി.പി.എം പ്രവർത്തകരെ സംഘടിപ്പിച്ച് പ്രകടനം നടത്തി വീണ ജോർജിനെ പരാജയപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരെ അന്ന് എത്തിച്ചതാണ്. അതിനു മുമ്പ് വന്നിട്ട് അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രാവശ്യവും വീണ ജോർജിന്റെ പ്രവർത്തനത്തെ ഏത് രീതിയിൽ പിന്നോട്ട് കൊണ്ടുപോകാം, തളർത്തുന്ന രീതിയിലുള്ള സമീപനമാണ് ശ്രീമാൻ ശങ്കരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് പറയാതിരിക്കുന്ന നിർവാഹമില്ല. അപ്പൊ ഈ പ്രസ്ഥാനത്തിനകത്ത് കടന്നു വരുന്ന ആളുകളോട് ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവൃത്തിയാണ് ശ്രീ ശങ്കരന്റെ ഭാഗത്തുനിന്നുള്ളത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഈ സംഘടനയായിട്ടുള്ള ബന്ധം, മെമ്പർഷിപ്പ് പുതുക്കാതെ ഈ സംഘടനയായിട്ട് തൽക്കാലത്തേക്ക് ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ നമുക്കറിയാം, എ.ജി. മികച്ച പ്രാസംഗികൻ, മികച്ച സംഘാടകൻ, അങ്ങനെയൊക്കെ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റു പാർട്ടികളിൽ നിന്നും എന്തെങ്കിലും ഓഫർ ഉണ്ടായിട്ടുണ്ടോ? ചില സുഹൃത്തുക്കളെ ഇങ്ങനെ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനത്തെ സംബന്ധിച്ച് എടുത്തിട്ടില്ല. ഈ സംസ്ഥാനത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് എ.ജിയെ പോലെ നിരന്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവ പങ്കാളിത്തമാകുന്ന ഈ രാജി, ഈ പ്രത്യേകിച്ച് ആറന്മുള മണ്ഡലം ഉൾപ്പെടെ ഈ പത്തനംതിട്ട ജില്ലയുടെ 5 മണ്ഡലങ്ങളിലും എ.ജിയുടെ ഈ രാജി പ്രതിഫലനം എന്തെങ്കിലും സൃഷ്ടിക്കുമോ? അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്തായാലും എന്റെ മാനസികാവസ്ഥയിലുള്ള ധാരാളം ആളുകൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് പറയാതിരിക്കുന്ന നിർവാഹമില്ല. കാരണം മൊത്തത്തിൽ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ കഴിയത്തില്ലെങ്കിലും സ്വാഭാവികമായിട്ട് ഈ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ധാരാളം ഇതിനകത്തുണ്ടെന്നാണ് എന്റെ വിലയിരുത്തല്. പറയാൻ കാരണം ദീർഘകാലം പത്തനംതിട്ട ജില്ലയുടെ ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് അമരത്ത് സേവനം അനുഷ്ഠിച്ചത് ആളെന്ന നിലയിലാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അതെ, അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഇപ്പൊ അതിനെക്കുറിച്ച് വിലയിരുത്തൽ നടത്താറായിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ പ്രതിഫലമായിരുന്നല്ലോ ഈ തദ്ദേശ സ്വയംഭരണ ഈ തെരഞ്ഞെടുപ്പിൽ ഓമല്ലൂർ പഞ്ചായത്തിൽ ദീർഘകാലം സി.പി.എമ്മും കോൺഗ്രസും ഒക്കെ ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാഹചര്യം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഓമല്ലൂർ പഞ്ചായത്തിൽ സി.പി.എമ്മിന് പരാജയം ഉണ്ടായത് സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പരാജയം 1, 2 പ്രവർത്തകന്മാരെ ഒന്നിച്ചു കൊണ്ടുവന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഏകോപനമില്ലായിരുന്നു, മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല, സാമൂഹിക സ്ഥിതിയൊന്നും പരിശോധിച്ചുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയില്ല. സ്വഭാവമായിട്ട് പ്രവർത്തന വൈകല്യം കൊണ്ടാണ് ഓമല്ലൂർ പഞ്ചായത്തിൽ സി.പി.എമ്മിനുണ്ടായ പരാജയം. അതിന് ഉത്തരവാദി ഇവിടുത്തെ സി.പി.എമ്മിന്റെ നേതൃത്വം അല്ലാതെ വേറെ ആരുമല്ല. ഈ രാജി സമർപ്പിച്ചതിന് ശേഷം പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും എ.ജിയുമായിട്ട് ബന്ധപ്പെട്ട ചിലരൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം ഇനിയിപ്പം എന്താണ് വീണ്ടും തുടർന്നുള്ള തീരുമാനം ഉടനെ എന്തെങ്കിലും ഉണ്ടാവും? എന്തായാലും ഇപ്പൊ അങ്ങനെ പ്രത്യേക ഒരു തീരുമാനമില്ല. തൽക്കാലം ഇങ്ങനെ നിൽക്കുന്നു. പിന്നീട് ആലോചിക്കാം. അപ്പൊ പാർട്ടിയിൽ കഴിഞ്ഞ 10 വർഷമായി പാർട്ടി വേണ്ട രീതിയിൽ പരിഗണിച്ചു, അർഹമായ ഒരു സ്ഥാനമൊക്കെ തന്നു എന്നൊക്കെ, അതായത് സർക്കാരിന്റെ ഒരു സ്ഥാപനത്തിലൊക്കെ അർഹമായ പ്രാതിനിധ്യം തന്നു, അതൊക്കെ പോരെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാനമാനത്തിന്റെയോ അധികാരത്തിന്റെ കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ, പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് പ്രവർത്തനത്തിൽ ഒരു പങ്കാളിത്തം വേണം, അത്രേ ഉള്ളൂ.
അല്ല, അധികാരമൊന്നും വേണ്ട, പാർട്ടി ചുമതലയൊന്നും വേണ്ട. പക്ഷെ നമ്മുടെ കഴിവിനെ വിനിയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിൽ അവർ എത്തിയില്ലെന്നുള്ളേ ഉള്ളൂ പ്രശ്നം. മറ്റൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദീർഘകാലം പാർട്ടിയുടെ ചുമതല ഉണ്ടായിരുന്ന കോഴഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്ന കൃഷ്ണകുമാറിന് ശേഷമാണ് ഇപ്പോൾ തന്നെ പാർട്ടിയുടെ കഴിഞ്ഞ 10 വർഷമായി സഹയാത്രികനായി പ്രവർത്തിച്ചു വന്നിരുന്ന AG ഉണ്ണികൃഷ്ണനും പാർട്ടിയോട് രാജിവെച്ച് പടിയിറങ്ങുന്ന ഈ ആസന്നമായ ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ രണ്ടുപേരുടെയും രാജി ആറന്മുള നിയോജക മണ്ഡലത്തിലും തൊട്ടടുത്ത നിയോജകമണ്ഡലത്തിലും എങ്ങനെ പ്രതിഫലിക്കുമെന്ന് വോട്ടെടുപ്പിന് ശേഷം നമ്മൾക്ക് തീരുമാനിക്കാം. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.